പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 11-ാം തിരുവചനം. പത്രോസ് ലീഗ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി മാറി. ദൈവത്തിന്റെ ആത്മാവ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും, ശക്തമായിട്ട് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് ദാവീദ് ഗോലിയാത്തിനെ വധിച്ചത്. കല്ല് ഒരു ഉപകരണം മാത്രം. എന്നാൽ അവിടെ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്, വലിയ പവറുണ്ട്. ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പുതിയൊരു പെന്തക്കോസ്ത് അനുഭവം നൽകണമേ.